ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കൽവരി മലയുടെ മുകളിലാണ്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്നത് എന്താണെന്ന് മനസ്സിലായോ? അതാണ് യേശുവിൻ്റെ തിരുശരീരം കുരിശിൽ നിന്ന് ഇറക്കിയ ശേഷം സുഗന്ധദ്രവ്യം പൂശാനായി കിടത്തിയ സ്ഥലം. കാൽവരി മലയുടെ തൊട്ടടുത്ത് തന്നെയാണത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായം 38 മുതലുള്ള വാക്യങ്ങൾ അനുസരിച്ച് അരിമത്യാക്കാരൻ ജോസഫ് യേശുവിന്റെ ശരീരം എടുത്തു മാറ്റാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവാദം നൽകിയതിനെ തുടർന്ന് ജോസഫും യേശുവിനെ ആദ്യം രാത്രിയിൽ ചെന്ന് കണ്ട നിക്കോദേമോസും ചേർന്ന് യഹൂദരുടെ ആചാരമനുസരിച്ച് അവർ കൊണ്ടുവന്നിരുന്ന മീറയും ചെന്നീനായകവും ചേർന്ന ഏകദേശം 100 റാത്തൽ സുഗന്ധദ്രവ്യങ്ങളോട് കൂടെ അവർ യേശുവിനെ കച്ചിയിൽ പൊതിഞ്ഞു എന്നാണ് പറയുന്നത്. ആ സ്ഥലമാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്നാൽ ദുഃഖവെള്ളിയാഴ്ചകളിൽ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് അറിയാമോ? 2023 ദുഃഖവെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നത്. അന്ന് ഞാൻ ചാനൽ തുടങ്ങിയിട്ടില്ല, ചാനലിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല. എങ്കിലും അന്ന് വീഡിയോ എടുത്തത് ഞാൻ എൻ്റെ ഫോണിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിട്ടോ. 2024 ദുഃഖവെള്ളിയാഴ്ച ഗെത്സമൻ തോട്ടത്തിൽ തിരുക്കർമ്മങ്ങൾക്ക് പങ്കെടുക്കാൻ പോയതുകൊണ്ട് ഇവിടെ കാൽവരിയിൽ വരാൻ എനിക്ക് പറ്റിയില്ല. രണ്ടും ഒറ്റ ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റില്ല. അതായത് രണ്ടും തമ്മിൽ കുറച്ച് ദൂരമുണ്ട്. ഇനി ഞാൻ അടുത്ത കൊല്ലം, അതായത് 2025 പോകാൻ ദൈവം അനുവദിച്ചാൽ ഞാൻ നന്നായിട്ട് ഒന്നുകൂടെ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതായത് ദുഃഖവെള്ളിയാഴ്ച യേശുവിൻ്റെ ആ പീഡാനുഭവം ഒന്നുകൂടി ഇവിടെ ഓർമ്മയെ ആചരിക്കുവാണ്. അതായത് നമ്മുടെ കുരിശിൻ്റെ വഴിയുടെ 14 സ്ഥലവും ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ പ്രധാനപ്പെട്ട 3 സ്ഥലങ്ങൾ കൽവരി, സുഗന്ധദ്രവ്യം പൂശ സ്ഥലം, കല്ലറ. ഇവിടെ തിരക്കാകുന്നത് കൊണ്ട് വീഡിയോ എടുക്കാൻ ഒത്തിരി പരിമിതിയുണ്ട്. നമുക്ക് 3 വീഡിയോയും നന്നായിട്ടൊന്നും കിട്ടത്തില്ല. എന്നാലും ആ പരിമിതിയിലനുസരിച്ച് എടുത്ത വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇവിടെ അവതരിപ്പിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ നമ്മൾ 3 സ്ഥലങ്ങളിലായിട്ട് ഓരോരുത്തർ നിർത്തി നമ്മൾ വീഡിയോ എടുത്ത് സൂക്ഷിക്കണം. അതൊക്കെ നടക്കുന്ന കാര്യമാണെന്ന് അറിയത്തില്ല. എന്തായാലും ഇനിയൊരു അവസരം കിട്ടിയാൽ ഞാൻ ട്രൈ ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതാണ്. അപ്പോൾ 2023 ദുഃഖവെള്ളിയാഴ്ചത്തെ ഒരു കാൽവരി യാത്ര കാണാം. ഇപ്പോൾ യേശുവിൻ്റെ ക്രൂശിത രൂപം കൽവരിയിലേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പോൾ സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, യേശുവിൻ്റെ കൈകളിലെയും കാലുകളിലെയും ആണികൾ അഴിച്ചു മാറ്റും. അതായത് യേശുവിനെ പൂർണ്ണമായും കുരിശിൽ നിന്ന് ഇറക്കിക്കിടത്തുന്നു. അതിനുശേഷം വൈദികര് യേശുവിൻ്റെ കുരിശ് ആദ്യം താഴേക്ക് കൊണ്ടുപോകുന്നു. അതിനു പിന്നാലെ യേശുവിൻ്റെ ശരീരം, കുരിശോടുകൂടി അല്ലാത്ത യേശുവിൻ്റെ ശരീരം ഇറക്കി താഴെ കൊണ്ടുപോയി സുഗന്ധദ്രവ്യം പൂശാനായിട്ട് അവിടെ കിടത്തുന്നു. ഇതാണ് നമുക്ക് കറക്റ്റായിട്ട് ഇനി കാണാൻ കഴിയുന്നത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. യേശുവിൻ്റെ കല്ലറയിലേക്കുള്ള വീഡിയോ എടുത്തിട്ടില്ല, കാരണം ഇപ്പുറ സൈഡിൽ നിൽക്കുമ്പോൾ അങ്ങോട്ടുള്ള വ്യൂ കിട്ടത്തില്ല. കുറച്ചൊരു വളഞ്ഞ സൈഡാണ്, ആൾക്കൂട്ടം ഒത്തിരിയുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി. ഇത് മാക്സിമം ഷെയർ ചെയ്യുക, നല്ല കമൻസ് തരിക. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഇനിയും ആഗ്രഹിക്കുന്നു. ഒത്തിരി സ്നേഹത്തോടെ എല്ലാവർക്കും ടാറ്റ, ബൈ. لكي نتأمل بالكلمة التي قالها يسوع تمت كل شيء.